എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MCBയെ കുറിച്ചാണ്, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. AC വേണ്ട പവർ സപ്ലൈയിൽ തീർച്ചയായും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് MCB. ഏതൊരു AC നോക്കിയാലും അത് മാക്സിമം എത്ര ആംപിയർ വരെ എടുക്കുമെന്നത് ആ ഒരു യൂണിറ്റിലെ സ്റ്റിക്കറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 110H AC-യിൽ 16 ആംപ്സ് കപ്പാസിറ്റി ഉള്ള ഒരു MCB ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റിൽ 16 ആംപ്സിന് മുകളിലൂടെ കറണ്ട് പാസ്സാവുക എന്നുണ്ടെങ്കിൽ ആ ഒരു MCB ട്രിപ്പ് ആവും. അതുപോലെ തന്നെ കപ്പാസിറ്റി കൂടിയ MCBയും കപ്പാസിറ്റി കുറഞ്ഞ MCBയും ഉപയോഗിക്കുന്നതും പ്രശ്നമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞായിരുന്നു 110 AC-ക്ക് 16 ആംപിയർ വരുന്നൊരു MCB ആണ് ഉപയോഗിക്കുന്നത്. ഇതേ സമയം ഇവിടെ നമ്മൾ 32 ആംപിയർ വരുന്നൊരു MCB ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അധികമായിട്ടുള്ള കറണ്ട് പാസ്സാവുകയാണെന്ന സമയത്ത് MCB ട്രിപ്പ് ആവാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം 32 ആംപിയറോളം അതിൽ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു MCB ട്രിപ്പ് ആവുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ മോട്ടർ, അതുപോലെ തന്നെ കംപ്രസർ, വയറും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളൊരു 16 ആംപ്സ് ഉപയോഗിക്കേണ്ടടുത്ത് ഒരു 10 ആംപ്സിൻ്റെ MCB ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യൂണിറ്റ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.